ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നതാണ് മൈൻക്രാഫ്റ്റ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് കിടക്കാം. ഓക്കെ, ക്രാഫ്റ്റ് ആൻഡ് ബിൽഡ് ആണ്. ഓക്കെ, പാർട്ട് 3 ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ലോഡിങ് ആവുന്നതേ ഉള്ളൂ. ഞാൻ ഓഫ്ലൈൻ പ്രോഗ്രസ് എല്ലാം ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ലോഡിങ് ആവട്ടെ. ഓക്കെ, രാത്രിയാണ്, നമുക്ക് ആദ്യം ഒന്ന് കിടക്കാം. ഓക്കെ, ഇനി ജീവികളും ക്രീപ്പറും സ്കെൽറ്റനും സോംബി എല്ലാം ഇറങ്ങും കേസ്. ഓക്കെ, സ്പൈഡറും എല്ലാവരും ഇറങ്ങും. ഓക്കെ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് ഇറങ്ങി സ്കെൽട്ടാ. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇവനെ അടിച്ച് കൊന്നിട്ടുണ്ട്. ക്രീപ്പർ മാർ പൊട്ടി. ഈ ക്രീപ്പർ നാശം. ക്രീപ്പറിനെ കൊണ്ട് തോറ്റ് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് അടയ്ക്കുക. ഈ ക്രീപ്പറിനെ ആരെന്തോ കണ്ടുപിടിച്ച മൈൻക്രാഫ്റ്റ് ഗെയിമിൽ. ഇത് നമ്മൾ ഈ വീടൊക്കെ അടിപൊളി റിച്ച് വീടും കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഗാർഡനും അതും ഇതെല്ലാം ഫാർമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അടുത്തു നിന്നൊരു ക്രീപ്പർ ഒന്ന് പൊട്ടി അതെല്ലാം പോകും. അതിനു വേണ്ടിയാണ് ഇത് ഹാർഡ് ആക്കാൻ വേണ്ടിയാണ് ഈ മൈൻക്രാഫ്റ്റിൽ ആൾക്കാർ ഈ ക്രീപ്പറിനെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ആ ചെസ്റ്റ് എന്താണ് കാണിച്ചു തരാം. ഓക്കെ, 1 2 3 4 64 ഓക്ക് പ്ലാങ്ക്സും 64 വുഡും. ഓക്കെ, പിന്നെ 22 ക്ലാസും 12 സ്റ്റേഴ്സും 9 മറ്റേ ഫെൻസും 50 സ്റ്റോണും പിന്നെ 3 ഇത് ഹേമെയിൽ എന്ന് പറയുന്ന സാധനവും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് ഗെയിമൊക്കെ കളിക്കാനല്ല ഗൈസ് പാട്, എഡിറ്റ് ചെയ്യാനാണ് പാട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോൻ്റെ ആദ്യം കാണിച്ചതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ കമൻറ്റും ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം ഡർട്ടാണ്. ഓക്കെ, ഇവിടെ ഡർട്ടാണ് വയ്ക്കേണ്ടത്. ഇനി ഇവിടെ സ്റ്റേഴ്സ് വെച്ച് ഈ 12 സ്റ്റേഴ്സ് അതേപോലെ തന്നെ മണ്ടയിലോട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റത്തെയും കൂടി ഒന്ന് വയ്ക്കാം. ഓക്കെ, അറിയാതെ ക്ലിക്കായി പോവുകയാണ് ജസ്റ്റ്. ഇതൊക്കെ മാറ്റിക്കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയാം. ഓക്കെ, നിങ്ങൾ അടുത്ത ഏത് ഗെയിമാണ് കളിക്കേണ്ടത് അത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ കളിക്കുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 64 ഓക്ക് ലോഗ് ഉണ്ടല്ലോ, ഇതിനടുത്ത് നമ്മൾ ഔട്ട്ലൈൻ പോലെ സെറ്റ് ചെയ്യണം. ഇവിടെ ആദ്യം നമ്മൾ 4 എണ്ണം വയ്ക്കണം. ഓക്കെ, 1 2 3 4. ഓക്കെ, പിന്നെ അതിന് ഇങ്ങോട്ടും കൂടി വയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ആദ്യം ഒരു ലോഗ് വയ്ക്കണം. ഓക്കെ, ഇനി ഇവിടെ ഡേർട്ട് വെച്ചിട്ട് ഇവിടെ ഒരു ലോഗ്, ഇവിടെ 2 ഡേർട്ട് വെച്ചിട്ട് ഇവിടെ ലോഗ്, ഇവിടെ 3 ഡേർട്ട് വെച്ചിട്ട് ഇവിടെ ഒരു ലോഗ്. ഓക്കെ, ഇങ്ങനെ വയ്ക്കണം. ഓക്കെ, എന്നാലാണ് ആ ഭംഗി കിട്ടണം. ഇതെൻ്റെ ഐഡിയ ആണ്. ഇത് എവിടെ നിന്ന് കോപ്പി അടിച്ചതെന്നൊന്നും പറയല്ലോ കേസ്. ഓക്കെ, ഇതെൻ്റെ ഐഡിയയിലുള്ള ഒരു വീട്, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരു വില്ലേജ് സോംബി കേസ്. ഇവിടുത്തെ എല്ലാ സോംബിലും വില്ലേജ് ആയി.
ഇനിയുള്ള സോംബീസ് സ്കെൽട്ടൺ ഉണ്ടാകുന്നതോ ഈ ക്രീപ്പറിനെ പേടിച്ചാൽ മതി കേസ്. ഓക്കെ, ഇങ്ങോട്ടൊരു 5 വയ്ക്കണം. 5 വെച്ച് താഴോട്ടൊരു 3. ഓക്കെ ഗൈസ്, ഇനി ഇങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അവിടെ 4 വയ്ക്കണം. ഓക്കെ, അപ്പം അവിടെ എത്ര അളവാണ് കിട്ടണം അതേപോലെ ഇവിടെയും വയ്ക്കണം. ഓക്കെ, ഇവിടെ 4, 3. ഓക്കെ, 1, 2, 3, 4. ഇവിടെ അതേ സെയിം അളവാക്കി കൊടുക്കണം. ഇപ്പുറത്തെ അതേ സെയിം അളവ് ഇവിടെ ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാക്കി കൊടുക്കണം. ഓക്കെ ഓക്കെ എനിക്ക് ഇനി ഇവിടെ തൂണായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തൂണ് സെറ്റ് ചെയ്യാം. അതിവിടെ ഈ ഓക്ക് പ്ലാങ്ക്സ് വെച്ചിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഇനി അങ്ങ് അറ്റത്ത് എത്തണില്ല. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് ലോഗോ വയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ വയ്ക്കണ്ട. സാധാ എന്തെങ്കിലും വെച്ചാൽ മതി, പ്ലാങ്ക്. ഓക്കെ, ഇനി ഇവിടെ ഫുള്ള് ഇത് കൊടുക്കണം. ഓക്കെ, ഇതായിരിക്കും നമ്മളെ ബെഡ് ഇടണ റൂം. ഓക്കെ, ഞാനിത് ഫുള്ളുണ്ടാക്കി തീർന്ന് 3rd പാർട്ടിലായിട്ട് കേസ് ഇത് ഇടാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം ഇത് ഫുള്ള് ഒന്ന് ഇട്ട് നിറയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ തൂണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ തൂണ് നമുക്കൊന്ന് കൊടുക്കാം ഇതേപോലത്തെ. ഫസ്റ്റ് ഈ നടുക്കായിട്ട് 1, 2, 3. ഓക്കെ, അവിടെ ഇങ്ങനെ ആ 3 സൈഡിലും വെച്ച് കൊടുക്കണം. 1, 2, 3. ഇനി ആ ഒരു അറ്റത്തും കൂടിയേ ഉള്ളൂ. ഓക്കെ, അവിടെ 1, 2, 3. ഓക്കെ, അപ്പോൾ തൂണ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫുൾ ഓക്ക് പ്ലാങ്ക് വെച്ച് മറയ്ക്കണം. എന്നിട്ട് നമുക്ക് ജനലറ്റും കൂടി വേണ്ടി ഇവിടെ ചെയ്യണം ഗൈസ്. ഓക്കെ ഓക്കെ, ഇവിടെ അറിയാതെ വെച്ചു. ഇത് നമുക്ക് മുറിച്ച് മാറ്റാം. ഓക്കെ, ഇനി ഇവിടെ ഓക്ക് പ്ലാങ്ക്സ് വയ്ക്കാം. ഇവിടെയും കൂടി മുറിക്കാം, വേണ്ട, അത്രയും മതി. ഈ ബ്ലോക്ക് 2 മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഗൈസ് ഇവിടെ 3 ജനലാക്കാം. അതുകൊണ്ട് ഇവിടെ മുറിച്ച. അയ്യോ, ഈ ക്രീപ്പർ ഇടയ്ക്ക് കയറി വന്ന് പൊട്ടും ഗൈസ്. ഓക്കെ, ഇനി വീണ്ടും ചെയ്ത് കൂടി അടയ്ക്കണുള്ളതാണ്ട് അവിടത്തെ പോലെ. അവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ ഇനി കുഴി അടയ്ക്കണം. ഈ ക്രീപ്പർ എവിടെ നിന്നൊക്കെ ഉണ്ട് ചാടി കയറണം. ഇത് അല്ലാതെ ഇവർ സ്പോണാക്കി നമ്മൾ മണ്ടയിലോട്ട് സ്പോണാക്കി അങ്ങ് കൊടുക്കും. അവസാനം നമ്മളെ തല കയറി ഒന്ന് പൊട്ടും, അത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ 4 വെച്ച് മണ്ടയിലോട്ടാക്കാം. ഓക്കെ, അങ്ങനെ 4 സൈഡും ആക്കാം. എൻ്റെ ഒരു പ്ലാങ്ക് തികയെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, മിക്കറും തികയില്ല ഗൈസ്. ഓക്കെ ഓക്കെ, തികഞ്ഞില്ല. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഓഫ്ലൈൻ ക്യാമറയിൽ ഇരുന്ന് പ്രോഗ്രസ് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, കുറേ ചെയ്ത് അതിനുമുമ്പ് നമുക്ക് ഇത് വുഡ് മൈൻഡ് ചെയ്യാൻ പോവാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അതിനെ കൊണ്ട് വുഡ് മൈൻഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഓടിപ്പോവാം. അങ്ങനെ നമുക്ക് ബ്രെഡ് തിന്നിട്ടാണ് നമ്മൾ പോണത്. ഈ ക്യാരറ്റൊക്കെ നമുക്ക് എടുക്കണം. ഓക്കെ ഗൈസ്, അതിന് നമ്മളൊരു പേര് കിട്ടും ഗൈസ്. ഓക്കെ,
ഇതോ കിടക്കണം, അതാണ് നമ്മുടെ സ്വന്തം പടക്കുതിര. ഇത് നല്ല ഓട്ടവും ചാടവും ഗൈസൊക്കെ. വെറുതെ അല്ലേ ഇനി പടക്കുതിര എന്ന് പേരിട്ടത്. ഓക്കെ, ഇപ്പം നല്ല പറന്ന് പോവും. പണ്ട് ജമ്പാണ്, കണ്ട ഒറ്റ ചാട്ടത്തിനങ്ങ് ഈ ഒരു വില്ലേജിൻ്റെ വീടിൻ്റെ അത്ര ഹൈറ്റ് വരെ ഇത് ചാടും. പക്ഷേ എൻ്റെ മണ്ടേ കയറുമല്ലോ. ഒക്കെ കണ്ട ഇങ്ങനെ അടിപൊളിയായിട്ട് ചാടി കയറും. ഇത് വെച്ച് നമുക്ക് ഇനി ഫുഡ് വാങ്ങിച്ചാൽ പോവാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഇവിടെയൊക്കെ പുല്ലിക്കണം, അത് കണ്ട് തിന്ന് മറ്റവൻ്റെ പറമ്പിൽ കയറി പുല്ല് തിന്ന് ഗൈസൊക്കെ. ഇങ്ങനെ പുല്ല് തിന്ന് അങ്ങ് പോയി എവിടെയെങ്കിലും പോയി അവിടെ പെട്ട് കിടക്കും. പക്ഷെ അതാണിത് ഇതിൻ്റെ പ്രശ്നം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എൻ്റെ ഫാസ്റ്റാണ് പടക്കുതിര, ഭയങ്കര ഫാസ്റ്റാണ് ഇവൻ. ഓക്കെ, നൈറ്റ് ആവാറായി കേസൊക്കെ. ആകെ ഒരു മരം മുറിച്ചോളൂ, അവനെ അടിച്ച് കേസൊക്കെ അറിയാതെ. ഓക്കെ, ഇവിടെ താഴെ പോവാം. അവനിത് ഹാർട്ട് കുറഞ്ഞു. ഓക്കെ, ഒന്നാമത് 3 ഹാർട്ടായിരുന്നു. പിന്നെ ഞാൻ അടിച്ച് പിന്നെ അത് താഴെ വീണ. നമുക്ക് എന്തായാലും ഉറങ്ങാം. മോബ് ക്രീപ്പറൊക്കെ സ്പോണാതിരിക്കാൻ നമുക്ക് ഉറങ്ങാം. കേസ് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അതോ പോണായി അവൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ ഇതോ പോണം. ഇനി മറ്റൻ്റെ പറമ്പിൽ നിന്ന് എടുത്താലേ ഇനി കിട്ടും അവനെ. ഓക്കെ, ഇതൊക്കെ ബ്ലാക്ക് സ്മിത്തിൻ്റെയാണ് കേസൊക്കെ. ബ്ലാക്ക് സ്മിത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേസൊക്കെ. അങ്ങ് അറ്റത്തൊരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ട്. ഓക്കെ, ഇതായിരിക്കണം. അവിടെ നിന്ന് എനിക്ക് ഇതേപോലത്തെ ഇത് അങ്ങനെ തന്നെ ഇതിനടുത്ത് ഒരു ഇത് സാഡിലെന്നല്ലേ ഇതിനെ പറയണം. ഓക്കെ, ഒരു സാഡിലും പിന്നെ 2 ഡയമണ്ടും പിന്നെ 7 നെതറാക്കും നമുക്ക് കിട്ടിയായിരുന്നു കേസൊക്കെ. 10 നമുക്ക് കിട്ടി ബ്ലാക്ക് സ്മിത്തിൻ്റെന്ന്. പിന്നെ അവിടെ എൻ്റെ ആ വില്ലേജിൻ്റെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇരിക്കുന്നത് 2 ഫർണസ്, അതും ബ്ലാക്ക് സ്മിത്തിൻ്റെ അടിച്ച് മാറ്റിയതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ വുഡെല്ലാം മുറിച്ചെടുക്കാം, വീട് പണിയാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, റൈഡിന്. ഇപ്രാവശ്യം കുഴിയിലൊന്നും ഇവനെ വീഴ്ത്താതെ പതുക്കെ പോകാം. പതുക്കെയല്ലേ, ഫാസ്റ്റാണ്. ഇനി തൊട്ട് ഇവൻ്റെ സ്ഥലം ഇവിടെയാണ് കേസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു മറ്റേ ഫെൻസ് വെച്ച് അങ്ങ് കെട്ടിയിടും. അത്രേ ഉള്ളൂ ഇവൻ്റെ വീട്. പിന്നെ മഴയൊന്നും പെയ്യാതിരിക്കാനുള്ള ഒരു ഷെൽട്ടറും കാണും. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ 4 എണ്ണം വയ്ക്കാം. ഓക്കെ, ഇവിടെ വയ്ക്കാനും പറ്റൂല. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് കയറി വയ്ക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്കിവിടെ സൈഡിലായിട്ടൊക്കെ വയ്ക്കാം. വീട് കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഈ വീഡിയോയിലില്ല, അടുത്ത വീഡിയോ അതിലാണ് ഞാൻ വീട് റിവീൽ ചെയ്യാൻ പോണത്. ഓക്കെ, വീഡിയോ അല്ല വീട്. ഓക്കെ, ആ കുതിര പോണു ഗൈസ്. ഓക്കെ, ഇനി അവിടെ ചെന്ന് കാണാം. ഓക്കെ, കറക്റ്റ് നമ്മളൊരു റൈഡിന് പോകാൻ നിർത്തി നമ്മൾ അടുത്ത് തന്നെ വന്നു. ഓക്കെ, നമുക്കൊരു റൈഡിന് പോയിട്ട് വരാം. ഓക്കെ, ഒറ്റ ചാട്ടം റൈഡിന് പോകും. ഓക്കെ ഗൈസ്, അയ്യോ ഞാൻ സഫക്കേറ്റ് ചത്ത്. അതിൻ്റെ അകത്ത് ഇത് വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഞാൻ സഫക്കേറ്റ് ആക്കി ചത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുതിരയൊക്കെയാണ് ഹേർട്ട് ഇത് ഡാമേജ് ആയിട്ടാണ്, പക്ഷേ എനിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കുഴിയൊന്ന് നോക്കി ഗൈസ്. ഓക്കെ, ഇനി അവ പുല്ലിന്ന് അപ്പുറത്തോട്ട് ചാടുമ്പോൾ എന്തായാലും ഇവിടെ തന്നെ അവനെ നിർത്തിയിരിക്കാം. ഓക്കെ, നമുക്ക് ഈ വുഡൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം ഗൈസ്. വുഡ് ഭയങ്കര ആവശ്യമാണ്. നമുക്കൊരു വുഡ് ഫാർമൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.